സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 54, 55, 56 3 ദശകങ്ങളിലാണ് കാളിയമർദ്ദനം വിവരിച്ചിരിക്കുന്നത്. 54-ാമത്തെ ദശകത്തിൽ 6 ശ്ലോകം പറഞ്ഞു. കാളിയൻ്റെ വിഷമയ ജലം കുടിച്ച് പശുക്കളും ഗോപന്മാരും മരിച്ച ദയനീയ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ കാരുണ്യവാനായിട്ടുള്ള കൃഷ്ണൻ ഭഗവാൻ നോട്ടം കൊണ്ട് ജീവിപ്പിച്ചു. നമുക്കല്ലേ മരണത്തിന് വഴിയില്ലാണ്ടുള്ളൂ. ഇവിടെ വെറുതെ ഒരു ചോദ്യമൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ, മരിച്ചവരെ ജീവിപ്പിക്കുമോ ഒക്കെ ആന്തരാർത്ഥം എടുക്കണം എപ്പോഴും. മരിച്ചവരെ ജീവിപ്പിക്കുക, മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ എന്നെടുക്കാം. മരണമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്ത അവസ്ഥ. ജനനമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെ നേടാം? ഭാഗവത് പാദപത്മത്തെ ചിന്തിക്കണോണ്ട് മാത്രമേ നടക്കൂ. വേറൊരു മരുന്നും അതിനില്ല. ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കുമെന്ന് തോന്നണമില്ല. തോന്നണില്ല എന്നല്ലേ പറയാൻ പറ്റുമ്പോൾ ബുദ്ധിമുട്ടാണ്. ജനിക്കാണ്ടിരിക്കാൻ ഉള്ള മരുന്ന്, അതാണ് ഇവിടെ. മരണം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ കഥകളൊക്കെ അങ്ങനെയാണ്. ചിലതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഭാവന പ്രയോഗിച്ചിട്ടാണ് കഥകളൊക്കെ എഴുതിയിരിക്കുന്നത്. എല്ലാ കഥകളിലും ഭാവനയുണ്ട്. ഭാവന ഇല്ലാണ്ട് രചന ഇല്ലല്ലോ. അതൊക്കെ ചിലതൊക്കെ അത് അതേപോലെ തന്നെ നടന്നു കൊള്ളണം എന്നൊന്നുമില്ല എന്ന് ഭാഗവതം തന്നെ പറയേണ്ട. കഥ ഇമാസ്തേ കഥിത, ഈ കഥകളൊക്കെ പറഞ്ഞത് അതൊക്കെ അതേപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനല്ല, സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ നോക്കണ്ട, സംഭവിച്ചിട്ടില്ല എന്ന് നിഷേധിക്കാനും പോകണ്ട എന്നാണ്. ഒരാൾ പറയണ ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഈ കഥയൊക്കെ, അയാൾ പറഞ്ഞോട്ടെ. അതിന് തെളിവും കൊണ്ട് പോവാൻ നിൽക്കരുത്, വാദിക്കാനും ഭക്തൻ നിൽക്കരുത്. അതയാൾ പറഞ്ഞോട്ടെ, അതല്ലല്ലോ വിഷയം. അതെന്തിനു പറഞ്ഞു? ഇവിടെതാണ് ഭരിച്ചവരെ ജീവിപ്പിക്കുക. മാർക്കണ്ഡേയൻ്റെ കഥ എന്താ? എന്നും മരിക്കാത്ത ഒരാളുണ്ടാവുക? യുക്തിപ്രകാരം ഉണ്ടാവില്ല. ശരീരം ഉണ്ടെങ്കിൽ മരിക്കണമെന്ന് ഭാഗവതം തന്നെ പറയണു, ഗീത തന്നെ പറയണു. ജാതസ്തവി ധ്രുവോ മൃത്യുർ, മരിച്ചാൽ ജനനമുണ്ട്, ജനിച്ചാൽ മരണമുണ്ട്, രണ്ടുമുണ്ട്. പിന്നെന്താ അവിടെ മാർക്കണ്ഡേയൻ മാത്രം എക്സെപ്ഷനൊന്നുമില്ല. മാർക്കണ്ഡേയൻ എത്രയോ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ്. കാരണം എന്താ? എത്ര ആൾക്കാർ മുക്തി പ്രാപിച്ചിട്ടുണ്ട് ലോകത്തിൽ? അനവധി ജീവന്മാരില്ലേ മുക്തി പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. ഏതായാലും അവിടേക്ക് കൂടുതൽ പോകണ്ട. ഇവിടെ നശ്യൻ ജീവാൻ വിച്യുതാൻ സ്മാതലേതാൻ, മരിച്ചവരെ ജീവിപ്പിച്ചു. മൃതസഞ്ജീവനി എന്നുള്ള ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഭഗവാന്റെ നോട്ടത്തിൽ കൂടെ ഇവിടെ കാണാൻ കഴിയുക. കിഞ്ചാതോ ഹർഷവർഷാതിരേഖ സർവാംഗേഷിത്യുത്തിത ഗോപസംഗാഹ ദൃഷ്ട്വാഗ്രേ ത്വാം തത്കൃതം തത് വിദന്ത തത്വാം ത്വാമാലിംഗൻ ദൃഷ്ടനാനാ പ്രഭാവ. മരിച്ചിട്ട് ഇവർ എഴുന്നേറ്റപ്പോൾ മരിച്ച കാര്യമേ ഇവർക്ക് ഓർമ്മയില്ല. ഭഗവാനെ വല്ലാതെ ഒരു അത്ഭുതത്തോടു കൂടി എന്തോന്ന് സംഭവിച്ചു എന്ന് അവർക്ക് തോന്നി. എന്താണെന്ന് അവർക്ക് ഇല്ല. ആ പശുക്കളെ മേയ്ക്കുന്ന ഗോപന്മാർ നോക്കണ സമയത്ത് ഭഗവാനെ ഇങ്ങനെ കാണുന്നു. എന്തേ പേര് ഉറങ്ങുകയുണ്ടായി, മരിക്കേണ്ടെന്ന് അവർക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. എന്തായാലും കൃഷ്ണൻ ഒരത്ഭുത പ്രതിഭാസമാണ് എന്ന് അവർക്ക് മനസ്സിലായി. എന്തോന്നും ഇവിടെ നടന്നുണ്ട്, അതവർക്കറിയാതിരിക്കില്ല. കുറച്ച് നേരം അവരൊന്നും അറിഞ്ഞില്ലല്ലോ. ആ അത്ഭുത പ്രതിഭാസമാണ് കൃഷ്ണൻ എന്ന രീതിയിൽ കൃഷ്ണനെ നോക്കി ആലിംഗനം ചെയ്തു. കിഞ്ചാതോ ഹർഷവർഷാതിരേകം. എന്തൊരു പരമാനന്ദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭഗവാൻ നോട്ടത്തോടു കൂടി ആ നോട്ടം ഒന്ന് കിട്ടിയ പോരെ.
ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ നമ്മൾ കാണാൻ പറ്റിയില്ല വെച്ചാൽ ഒട്ടും വിഷമിക്കണ്ട. ഓട്ടൂർ ഭക്തൻ്റെ അങ്ങേ അറ്റത്തെ ആൾ പറഞ്ഞു, ഭഗവാനെ എനിക്കിനി അങ്ങേ കാണാൻ പറ്റും തോന്നണില്ല, വയ്യാണ്ടായി. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം, ഞാൻ അങ്ങേ കണ്ടില്ലെങ്കിലും എന്നെ ഒന്ന് കാണണേ എന്ന് പ്രാർത്ഥനയുണ്ട്. നല്ലൊരു പ്രാർത്ഥനയത്. അങ്ങയുടെ ദൃഷ്ടിക്ക് ചെന്നെത്താൻ പറ്റാത്ത ഒരു സ്ഥലവും ഇല്ലല്ലോ ലോകത്തിൽ. അതുകൊണ്ട് ഇനി ബസ് കയറി ഇത്രയും ദൂരത്ത് വരാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് അങ്ങയെ വിടാൻ എനിക്ക് സാധിക്കില്ല ഗുരുവായൂരപ്പ. ആ കണ്ണ് ഒന്ന് എൻ്റെ മേലേക്ക് നീട്ടിയിട്ടൊന്ന് പതിപ്പിക്കണം. അതിന് അങ്ങേക്കൊരു വിഷമമില്ലല്ലോ. ശങ്കരാചാര്യ പറഞ്ഞ പോലെ ദൃശാദ്രാഗീയസ്യാദരദലിത ദീലോൽപരരുച, അമ്മയുടെ ആ കരിങ്കൂവള പൂക്കൾ പോലെയുള്ള കണ്ണുകൾ ഒന്ന് അടിയൻ്റെ നേരെ പതിപ്പിക്കണം. പിന്നെ അടിയൻ ആരാണ്? എന്തെങ്കിലും വിഷമമുണ്ടാവുമോ എനിക്ക്? ആ ഒരു കാരുണ്യം അങ്ങനെ ചെയ്താൽ മതി. ഒന്ന് നോക്കുക, അത്രേ വേണ്ടൂ. ആ നോട്ടത്തിൻ്റെ സുഖമാണ് ഇവിടെ വർണ്ണിച്ചത്. ഗാവശ്ചൈവൻ ലബ്ധജീവാക്ഷണേന, പശുക്കൾ ഉണ്ട്. ഗോവന്മാരുടെ കഥ കഴിഞ്ഞ് പശുക്കൾക്ക് ജീവൻ ലഭിച്ചു. പീതാനന്ദാത്വാം ച ദൃഷ്ടാഃ പുരസ്താൻ, ആനന്ദത്തോടു കൂടി ഭഗവാന്റെ ചുറ്റും കണ്ണീരൊഴുക്കി ഭഗവാന്റെ കാലൊക്കെ നക്കി മണത്ത് ആനന്ദത്തെ അവരും പ്രകടിപ്പിച്ചു എന്ന് പറയണം. ദ്രാഗവൃസർവദോഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്യന്നിദാദാ, ഇപ്രകാരം പശുക്കളും വേഗം ജീവിച്ചു. മരിച്ചവരെ ജീവിപ്പിക്കാനുണ്ടോ? ഭഗവാനും അല്ല വിഷമം. അതൊക്കെ നമുക്കല്ലേ വിഷമം. അസാധ്യമായിട്ട് നമുക്ക് അസാധ്യമായിട്ടുള്ളത് ഭഗവാന് സാധ്യമാവും. ഇവിടെ ഒന്നും കൂടി ഓർക്കേണ്ടതുണ്ടെന്ന്, ആർക്കാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റാത്തത്? മനുഷ്യനെ പറ്റായുള്ളൂ. ഓർക്കണേ, ഭഗവാന് പറ്റും. ഭഗവാനൊന്നും പറ്റാത്തതില്ലല്ലോ. മനുഷ്യന് പറ്റുന്നതോ അല്ലെങ്കിൽ ഭഗവാനും പലതും ചെയ്യണത്. ഒരു കൊടയാക്കിയിട്ടാണ്ട് പിടിക്കാൻ നമുക്ക് പറ്റുമോ? കാളിയനെയൊക്കെ മർദ്ദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? എല്ലാം അസാധാരണം തന്നെയാണ് ഭഗവാന്റെ പ്രവൃത്തികൾ. അവിടെ മരിച്ചവരെ ജീവിപ്പിച്ച ആ ലിസ്റ്റിൽ അതും കൂടി പെട്ടാൽ എന്താ അത്ഭുതം. എന്ത് വേണമെങ്കിൽ ഭഗവാന് സാധിക്കും. ആനന്ദത്തോടു കൂടിയിട്ട്, പെരുത്ത ആനന്ദത്തോടു കൂടി കൃഷ്ണനെ കണ്ടു. അവർ എന്ത് ചെയ്തു? ദ്രാഗവൗറു, ചുറ്റും കൂടി, വേഗം ചുറ്റും ഓടിക്കൂടി. ആനന്ദാശ്രു പൊഴിച്ചും കൊണ്ട് പശുക്കൾ ചുറ്റും ഓടിക്കൂടി. ദ്രാഗവൗറു, ഓടിക്കൂടി ചുറ്റും. എന്തോ ഒന്ന് നടന്നതായിട്ട് അവർക്ക് മനസ്സിലായി. സർവതോ ഹർഷബാഷ്പം വ്യാമുഞ്ചൻ, കണ്ണീരൊഴുക്കിയ പശുക്കൾ മന്ദമുദ്യന്നിനാദ, അവരാൽ കഴിയുന്ന വിധത്തിൽ ഭഗവാനെ സ്തുതിച്ചു എന്ന് വേണം പറയാൻ. ഓരോ ശബ്ദങ്ങളുണ്ടാക്കും. ശിവാക്കളൊക്കെ നമ്മുടെ അടുത്ത് വന്ന ഒരു ശബ്ദം ഉണ്ടാക്കും. അവർക്ക് പറയാൻ വയ്യല്ലോ, മിണ്ടാപ്രാണികളല്ലേ, കാ കൂന്നൊക്കെ ഓരോ ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ പശുക്കൾ അവരെ കൊണ്ട് വയ്ക്കണ പോലത്തെ ശബ്ദങ്ങൾ ഉണ്ടാക്കി ഭഗവാനെ അനുസ്മരിച്ചു, സ്തുതിച്ചു, നന്ദി പറഞ്ഞു എന്നൊക്കെ ആവാം. മന്ദമുദ്യൻ നിനാദ, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. രോമാഞ്ചോയം സർവതോ നശരീരേ ഭൂയസ്യന്ത കാചിദാനന്ദമൂർച്ഛ, ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേ തിക്തോ ഗോപേർ നന്ദിതോ വന്ദിതോ ഭൂൻ. ഇങ്ങനെ നമുക്ക് ഓരോ ശ്ലോകാർത്ഥം എടുക്കാൻ നാരായണീയെ പറ്റുള്ളൂ. ഭാഗവതം എത്ര ബുദ്ധിമുട്ടാലോചിച്ചു, എത്ര ശ്ലോകങ്ങൾ കടക്കണം, തരണം ചെയ്യണം. ഞാൻ പറയാൻ പറ്റുമോ? ഭാഗവതം പറ്റില്ല. 6 അധ്യായം വായിച്ചിട്ട് അതിൻ്റെ രത്നചുരുക്കം പറയുകയാണ്. നമുക്ക് ഈ ഭാവം ആണ് ഈ നാരായണീയത്തിൻ്റെ പ്രത്യേകത. ഉൾക്കൊണ്ടിട്ട് പറയുകയും ചെയ്യാം, വായിക്കുകയും ചെയ്യാം. പിന്നെ ആ ശ്ലോകം കാണുമ്പോൾ ഏകദേശം അർത്ഥം തോന്നും ചെയ്യും. ഇത് സാധാരണക്കാർക്ക് ഏറ്റവും പറ്റിയിട്ടൊരു കാര്യമാണ് നാരായണീയം. അതുകൊണ്ടാണ് ഈ ഭാഗവതം കലിയുഗത്തിലെല്ലാവർക്കും മുഴുവനും എത്തില്ല. മടിയന്മാരാവുമെന്ന് കണ്ടിട്ട് ആവണം. ഭഗവാൻ വട്ടേരിപ്പാടിനെ കൊണ്ട് നാരായണീയം ഉണ്ടാക്കിയപ്പോൾ കണ്ട് ഓരോ വാക്കും നമുക്ക് ഈ ഭാവങ്ങൾ പലതും നമുക്ക് ഭാഗവതത്തിൽ സാധ്യമല്ല. ഇതാണ് ഭാവം ഉൾക്കൊണ്ട് വായിക്കാൻ നാരായണീയ നല്ലതെന്ന് ചിലർ പറയുക. ഭാഗവതം അറിയണവർക്ക് പറ്റുട്ടോ, പക്ഷെ അത് കുറച്ച് പ്രയാസമുണ്ട്. രോമാഞ്ചോയം സർവതോ നശരീരേ, എല്ലാവർക്കും രോമാഞ്ചമുണ്ടായിരിക്കുന്നു. ഭഗവത് കടാക്ഷം ഉണ്ടായ അങ്ങനെയാണല്ലോ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു കാര്യം നേടിയാൽ നമുക്കൊക്കെ രോമാഞ്ചം ഉണ്ടാവും. നമ്മളുടെ വിസർഗം ചേർത്താൽ നമ്മളുടെ വിസർഗം ഇല്ലാച്ചാൽ നെഗറ്റീവായി.
നേരെ വിപരീത അർത്ഥം ഉണ്ടാവും. രോമാഞ്ചം ഉണ്ടായില്ല. വിസർഗം ഇല്ലെങ്കിൽ വിസർഗം അവിടെ അത്യാവശ്യമാണ്. 2 കുത്താണ് പറഞ്ഞിട്ട് കയ്യിൽ അതിന് റോളുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആക്കാൻ കഴിവുണ്ട്. എന്നാൽ നമ്മളുടെ ശരീരത്തിൽ എന്തുകൊണ്ട് രോമാഞ്ചം ഉണ്ടായി? ഭൂയത്യന്തക്കാചിത് ആനന്ദമൂർച്ച. പുറത്തേക്ക് രോമാഞ്ചവും ഉള്ളിൽ ആനന്ദാതിരേകവും ഉണ്ടായിരിക്കുന്നു. ആശ്ചര്യം തന്നെ എന്നവർ ചിന്തിച്ചു. ഇതെന്താ ഇപ്പം അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ, ആനന്ദമൂർച്ച ഉണ്ടായത്? ക്ഷേളവേഗോ മുകുന്ദേ ത്യുക്തോ ഗോപേർ വന്ദിതോ നന്ദിതോ ഭൂൻ. അന്ത ഭൂയ ശ്രീ കാമി ആനന്ദമൂർച്ഛിത. ക്ഷേളവേഗ ആശ്ചര്യ. വിഷത്തിൻ്റെ ശക്തി എന്നാണ് ഇവർ ചിന്തിച്ചു. ഇത് വിഷത്തിൻ്റെ ശക്തിയായിട്ടായിരിക്കുമോ ആനന്ദമൂർച്ച ഉണ്ടായത്? ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് അവർക്ക് വെറുതെ ഓരോ സംശയം. ഇപ്പം ഉണ്ടായത് ഇവിടെ വിഷം കലർന്ന വെള്ളം കുടിക്കുകയാണ്. അതിന് ഇങ്ങനെയൊക്കെ ശക്തി വിഷത്തിനുണ്ടോ? നല്ല ഫലങ്ങൾ. ആശ്ചര്യോയൻ ക്ഷേളവേഗോ മുകുന്ദേ ത്യുക്തോ പ്രകാരം പറഞ്ഞ് ഭഗവാനെ അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമില്ല. വേഷത്തിന് ചീത്ത ഫലമല്ലാണ്ടുണ്ടാവുമോ? തമാശയായിട്ട് വ്യംഗ്യമായിട്ടാണ് പറഞ്ഞത്. ഇതെന്തൊരു വിഷം, അപ്പം ഇതിങ്ങനൊരു വിഷം, ആനന്ദം തരുന്ന വിഷം എന്ന് ഭഗവത് അനുഗ്രഹത്തെ കമ്പയർ ചെയ്ത് അവർ വ്യംഗ്യമായിട്ട് പറഞ്ഞത്. ക്ഷേളവേഗോ മുകുന്ദേ. വിഷത്തിന് നല്ല ബലം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ ചേർത്ത് തമാശയാക്കി പറഞ്ഞു എന്ന് വേണം വിചാരിക്കാൻ. ആശ്ചര്യോയൻ വല്ലാത്തൊരു വിഷത്തിൻ്റെ ശക്തി തന്നെ ഇത്. ആനന്ദം ഉണ്ടാവണതേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മരിക്കുക ചോര ചേർത്തിക്കുക എന്നല്ലാണ്ട്. ആശ്ചര്യോയൻ ക്ഷേളവേഗോ മുകുന്ദേ ത്യുക്തോ ഗോപേർ നന്ദിതോ വന്ദിതോ ഭൂൻ. ഭഗവാനെ അവർ വന്ദിച്ചു. ഏവം ഭക്താൻ മുക്തജീവാനഭിത്തം മുക്താഭാംഗേ അസ്തരോഗാം സ്തനോഷി താദൃക്ഭൂതത്പീതകാരുണ്യഭൂമ രോഗാത്പായ വായുഗേഹാധിവാസ. അവസാനത്തെ 2 വരി മേപ്പത്തുവിൻ്റെ പ്രാർത്ഥനയാണ്. കാരുണ്യമുള്ള ഭഗവാനെ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. രോഗാത്പായ രക്ഷിച്ചാലും. താദൃക്ഭൂതസ്പീത കാരുണ്യ ഭൂമ. പ്രകാരം വലിയ കാരുണ്യമുള്ള ഭൂമാവായ ഭഗവാനെ. ഭൂമാവ് സർവശക്തൻ സർവവ്യാപി എന്തർത്ഥം വേണമെങ്കിലും ഭൂമാവിന് പറയാം. ഭഗവാന് എന്തർത്ഥമാണ് പറയാത്ത? അതുപോലെ ബാക്കി 2 വരി ഭക്തന്മാരെ മരിച്ചിട്ട് പോലും ജീവിപ്പിച്ചു. ഏവം ഭക്താൻ മുക്തജീവാനപി. ജീവൻ വിടുക, ജീവൻ പോയിട്ടും കൂടി അവരെ രക്ഷിച്ചില്ലേ? ഇത്ര വലിയ കാര്യമാണ് ഭഗവാൻ ചെയ്തത്. ഒരു ഡോക്ടർക്കും വൈദ്യനും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത്. മുക്താഭാംഗേരസ്തരോഗാൻ തനൂഷി. അപ്രകാരം ജീവൻ കൂടി അങ്ങ് അവരെ അനുഗ്രഹിച്ചു. നഷ്ടപ്പെട്ട ജീവൻ കൊടുത്തിട്ടാണ് ഇവിടെ അനുഗ്രഹം ഉണ്ടായത്. അസ്തരോഗാൻ തനോഷി. എന്തിനുപടി? മനോഹരങ്ങളായ കടാക്ഷങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ട ജീവൻ നൽകി അവരെ മോചിപ്പിച്ചു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ രോഗാത്പായാൻ വായുഗേഹാധിവാസ പറഞ്ഞ ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനി കാളിയ മർദ്ദനമാണ്.